ഹലോ, അസ്സാം വലൈക്കും. ചെത്തിരിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കോഴിക്കോട് ബീച്ചിലെ ഒരു വൈകുന്നേര കാഴ്ചയാണ്. അതിനു മുന്നോടിയായി നമുക്ക് കോഴിക്കോടിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ട് വിശേഷങ്ങളിലേക്ക് പോകാം. ഇന്ത്യയിലെ കേരളത്തിലെ മലബാർ തീരത്തോട് ചേർന്നുള്ള ഒരു നഗരമാണ് കോഴിക്കോട്. കാലിക്കറ്റ് എന്ന പേരിലും അറിയപ്പെടുന്നു. കേരളത്തിലെ മൂന്നാമത്തെ വലിയ നഗരമാണിത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് മദ്രാസ് സംസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്ന മലബാർ ജില്ലയുടെ തലസ്ഥാനമായിരുന്നു. കേരളത്തിലെയും ഇന്ത്യയിലെ തന്നെയും പുരാതന തുറമുഖ നഗരമാണ്. പരമ്പരാഗത പ്രാചീന കാലത്തും മധ്യകാലഘട്ടത്തിലും വ്യാപാരത്തിൻ്റെ ആസ്ഥാനമെന്ന നിലയിൽ കോഴിക്കോട് നഗരം സുഗന്ധവ്യഞ്ജനങ്ങളുടെ നഗരം എന്നറിയപ്പെട്ടിരുന്നു. അറബികളും തുർക്കികളും ഈജിപ്തുകാരും ചൈനക്കാരും തുടങ്ങിയ വിദേശീയർ ഇവിടെ വ്യാപാരം നടത്തിയിരുന്നു. കോഴിക്കോട് എന്നറിയപ്പെടുന്ന സ്വതന്ത്ര നാട്ടുരാജ്യങ്ങളുടെ തലസ്ഥാനവും മുൻ മലബാർ ജില്ലയുടെ തലസ്ഥാനവുമായിരുന്നു. സാമൂതിരിയാണ് ഏറെക്കാലം കോഴിക്കോട് ഭരിച്ചിരുന്നത്. കോഴിക്കോട് ബീച്ച് കോഴിക്കോടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് മലബാർ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ബീച്ചാണ്. നഗരത്തിലെ 4 റോഡ് മേൽപ്പാലങ്ങളിലൂടെ ബീച്ചിലേക്ക് പ്രവേശിക്കാം. കുട്ടികൾക്കായി ഒരു ലയൺസ് പാർക്കും ഒരു അക്വേറിയവും ഉണ്ട്. കോഴിക്കോട് ബീച്ച് പൊതുയോഗങ്ങൾ നടത്തുന്നതിന് എന്നും ഒരു പ്രധാന സ്ഥലമാണ്. 1934 ഗാന്ധി കോഴിക്കോട് സന്ദർശിച്ചതിന് ശേഷം 1934 ബീച്ച് റോഡിന് ഗാന്ധി റോഡ് എന്ന് പുനർനാമകരണം ചെയ്തു. ലക്ഷദ്വീപിൽ ചുറ്റിലും ബീച്ചുകളുണ്ട് എങ്കിലും കോഴിക്കോടിൻ്റെ ഈ രുചിപ്പെരുമ കിട്ടണമെങ്കിൽ കോഴിക്കോട് ബീച്ചിൽ തന്നെ വരണം. രുചിപ്പെരുമയുടെ കലവറയാണ് കോഴിക്കോട് നഗരം. വെക്കേഷൻ സമയമായതിനാലും നല്ല ചൂടുള്ള കാലാവസ്ഥ ആയതിനാലും അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു നമ്മളെത്തിയപ്പോഴേക്ക്. പിന്നെ ഈ കണ്ണാടി ഭരണികളിലെ ഉപ്പിലിട്ട് വെച്ചത് എല്ലാവരെയും ആകർഷിപ്പിക്കും. ഇതിലൊരെണ്ണം കഴിക്കാതെ പോയാൽ അത് ഭയങ്കര നഷ്ടം തന്നെ. കോഴിക്കോട് ബീച്ച് എന്ന് കേൾക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുക കാടമുട്ട റോസ്റ്റും കാടമുട്ട പൊരിച്ചതും അതേപോലെ കല്ലുമ്മക്കായ പൊരിച്ചതും നിറച്ചതും പിന്നെ ഈ കുപ്പിഭരണികളിലെ ഉപ്പിലിട്ടതും ഇതൊക്കെയാണ് ഇവിടത്തേക്ക് കൂടുതലായിട്ടും എന്നെ ആകർഷിപ്പിക്കുന്ന ഏറ്റവും വലിയ ഘടകം. അങ്ങനെ ഉപ്പിലിട്ടതൊക്കെ തിന്ന് അവിടെ നടക്കുമ്പോഴാണ് ഞാൻ ഇവരെ കണ്ടത്. നമ്മുടെ ഭൂതം ഭാവി വർത്തമാനം ഒക്കെ പറയുന്ന കുറച്ച് ആൾക്കാർ. ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനത്തെവരെ കാണുമ്പോൾ ഉണ്ടല്ലോ, ഞാൻ എപ്പോഴും എൻ്റെ കൈയൊക്കെ നോക്കിക്കും. അപ്പോൾ ഇവരെ കണ്ടാൽ എനിക്ക് എന്തായാലും നോക്കിക്കാതെ പോയാൽ ഒരു സമാധാനം കിട്ടൂല. അങ്ങനെ ഞാൻ എൻ്റെ ഭാവി നോക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താകുമോ ആവോ. അവരാദ്യം എന്നെക്കുറിച്ചിട്ടായിരുന്നു പറഞ്ഞിരുന്നത്. എന്താണെന്നറിയില്ല, അവർ പറഞ്ഞ 90% കാര്യവും ശരിയായിരുന്നു. അപ്പോൾ എൻ്റെ ചുറ്റും നിന്നിരുന്ന എൻ്റെ അനിയനും മോനും ഇങ്ങനെ പറയുന്നുണ്ട്. അവർ പറയുമ്പോൾ കറക്റ്റാണ് എന്ന്. അപ്പോൾ അത് കേട്ടപ്പോൾ അവർക്ക് ഭയങ്കര എനർജി കൂടി. എൻ്റെ കൈ നോക്കിയിട്ട് അവർക്ക് മതിയാവുന്നില്ല. 50 രൂപയെങ്ങാണ്ടുമാണ് ഒരു കൈ നോക്കിയാലുള്ള അവരുടെ ഫീസ്. പക്ഷേ അതിനേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു ഒരു 500 രൂപയുടെ ഭാവിയും വർത്തമാനവും ഭൂതവും ഒക്കെ അവരെനിക്ക് പറഞ്ഞു തന്നു. ചുറ്റും നിന്നവരുടെ പ്രോത്സാഹനം കാരണമാണോ എന്നറിയില്ല, അവരെന്നെ വിടാൻ ഭാവമില്ലായിരുന്നു. എനിക്ക് പോകണമെന്നൊക്കെ ഉണ്ട്, കാലാണെങ്കിൽ കഴിച്ചു. അപ്പോൾ അവർ പറയുന്നുണ്ട് അവിടെ ഇരുന്നിട്ട് ഒന്നുകൂടി പറഞ്ഞു തരാമെന്ന്. അങ്ങനെ പറഞ്ഞതിനെ വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നു. എനിക്കും പിന്നെ അത് കേട്ടുകൊണ്ടിരിക്കാൻ ഒരു രസമൊക്കെ തോന്നി. പിന്നെ ഇവർ പ്രോത്സാഹനവും കൊടുക്കുന്നുണ്ടല്ലോ അവർക്ക്. പിന്നെ അവിടെ നമ്മൾ നേരെ വന്നത് മുഗ്ദാർ എത്തുന്നതിന് മുന്നേ ഉള്ള റോഡ് സൈഡിൽ തന്നെയുള്ളതാണിത്. മക്കാനി എന്ന് പറയുന്ന ഒരു ടീ സ്പോട്ടാണ്. കോഴിക്കോട് ബീച്ചിൽ അവിടെ നിങ്ങൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സ്ഥലത്ത് വന്നിട്ട് ഇവിടുത്തെ ചായ നിങ്ങൾ കുടിച്ചു നോക്കണം. അപ്പോഴാണ് നിങ്ങൾക്ക് വീണ്ടും ഇങ്ങോട്ട് വരാനുള്ള ഒരു മോഹം തോന്നുക. കാരണം അത്രയ്ക്ക് ടേസ്റ്റാണ് ഇവിടുത്തെ ചായകൾ എന്ന് ഞാൻ പറയാൻ കാരണം ഇവിടെ ഒരു ചായയല്ല, പല ടൈപ്പിലുള്ള ചായകളാണുള്ളത്. മറ്റ് നോൺ വെജ് ഐറ്റംസ് ഒക്കെ ഉണ്ട് എങ്കിലും ചായക്കാണ് ഇവിടം പ്രശസ്തമായത്. പിന്നെ ചായയുടെ കൂടെ കൂട്ടാൻ വളരെ രുചികരമായ ധാരാളം പലഹാരങ്ങളും അവിടെയുണ്ട്. അപ്പം ഞങ്ങൾ കോഴി പൊട്ടിത്തെറിച്ചതാണ് മേടിച്ചത്. കോഴി പൊട്ടിത്തെറിച്ചതെന്ന് പറയുമ്പോൾ പേര് പോലെ പൊട്ടിത്തെറിച്ച കോഴിയൊന്നുമല്ല. ഇതിൻ്റെ അകത്ത് ഒരു കോഴിയുടെ കഷ്ണം വെച്ചിട്ട് പുറമേ മൈദ ഒക്കെ കൊണ്ട് ഇങ്ങനെ ഈ ഒരു ഷേപ്പിലാക്കിയിട്ട് പൊരിച്ചെടുക്കുന്നതാണ്.
വളരെ രുചിയാണ് കഴിക്കാനൊക്കെ. 50 രൂപയാണ് ഒരു കോഴി പൊട്ടിത്തെറിച്ചതിൻ്റെ വില. നമ്മളൊരു മസാല ചായയും അതിർപ്പ കട്ടനുമാണ് ഓർഡർ ചെയ്തിരുന്നത്. പിന്നെ എൻ്റെ കൂടെ വന്നവർ അത്ര ചായപ്രേമികളായിരുന്നില്ല, എനിക്ക് വേണ്ടി അവർ വന്നതാണ്. പിന്നെ എന്താ പറയുക, ഇനി നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നല്ല നല്ല വീഡിയോസുമായി നിങ്ങൾക്ക് മുന്നിൽ വരുന്നവരേക്കും അസ്സലാമു അലൈക്കും.